ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ച് നമുക്കറിയാം, എന്താണ് അപ്ഡേറ്റ് ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ദിവസം ആ, നമുക്ക് ബഡ്സ് കോടതിയിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബഡ്സ് കോടതിയിലെ കേസ് 17-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവർ എന്തോ എതിർപ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഒരു ഡെവലപ്മെന്റ്. പിന്നെ നമ്മുടെ ശ്രീനാഥ് ശ്രീധരൻ ഇപ്പോൾ ഹൈറിച്ചിന് വേണ്ടി കോരം ബാധിക്കുന്ന ആൾക്കാർ തന്നെ ചോദിക്കുകയാണ്, ഇതാരാണ് ശ്രീനാഥ് ശ്രീധരൻ, ആരാണ് എന്ന്. അപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വേറെ പേരിൽ കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ശ്രീനാഥ് ശ്രീധരൻ മറ്റാരുമല്ല, കമ്പനിയുടെ എല്ലാമായ CEO ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ 8-ാം തീയതി ഇവരുടെ വക്കീൽ പോലും ഹാജരായില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം രാവിലെ വിളിച്ച സമയത്ത് വക്കീൽ ഹാജരായില്ല. ഉച്ചയ്ക്ക് മറ്റ് കേസുകളുടെ ഇടയിൽ വന്നിട്ട് ഞാൻ ശ്രീനയുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് വന്ന വക്കീല് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊരു ജൂനിയർ വക്കീൽ വരുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് കേസ് മാറ്റിവെക്കണം, നമുക്ക് കുറച്ചും കൂടി സമയം ആവശ്യമുണ്ട് എന്നുള്ളത്. കുറച്ചുകൂടി സമയം എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ എന്തായാലും അറസ്റ്റ് ഉണ്ടാവും. പക്ഷെങ്കിൽ അവർക്കറിയാം ഇതിൽ തീരുമാനം എന്ന് പറയുന്നത് ജാമ്യം നിഷേധിക്കലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് നീട്ടിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു 17-ാം തീയതിയിലേക്ക്, നാളത്തേക്കാണ് തോന്നുന്നു മാറ്റി വെച്ചിരിക്കുന്നത്. നാളെയും വന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും സമയം വേണമെന്ന് പറയുകയായിരിക്കും. അല്ലാതെ വാദിക്കാൻ ഒന്നും തന്നെയല്ല. 3100 കോടിയുടെ കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചീനാണ് ഈ ദമ്പതികൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് ഡൽഹിയിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഡൽഹിയിലെ കേസിൻ്റെ അഭിലാഷ് ഓരോ സെക്കൻഡിലും അപ്ഡേഷൻ വന്നു എന്ന് നോക്കുകയാണ്. എന്തൊരു അധപ്പതനമാണ്! ഇവനൊക്കെയാണ് ലീഡർ എന്ന് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അഡ്വക്കേറ്റുമാരെ വിളിച്ച് എന്തായി സ്ഥിതി എന്ന് ചോദിക്കാൻ പറ്റില്ലേ? ഇവർക്ക് യാതൊരുവിധ മുൻനിര ലീഡർമാരൊക്കെ കളം മാറ്റി മറ്റു കമ്പനിയിലേക്ക് പോയപ്പോൾ ഇവർക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് വെബ്സൈറ്റിലെ അപ്ഡേറ്റ് നോക്കി സ്ക്രീൻഷോട്ട് അടിച്ച് ഗ്രൂപ്പിൽ തള്ളുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിളിനോട് ചോദിച്ച് അത് വലിയ ആളാവുക, അതാ ഞാൻ അപ്ഡേറ്റ് തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇവർക്ക് യാതൊരുവിധ ശ്രീനാഥ് പ്രതാപിനെ വിളിക്കാനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ വിളിക്കാനോ ഇവർക്ക് യോഗ്യതയില്ല എന്ന് തന്നെ പറയാം. ഇവർ ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അവർ നിങ്ങളൊക്കെ ആരാണ്, നിങ്ങളൊക്കെ എന്തിനാണ് ഇതിൻ്റെ പുറകിൽ എന്ന് ചോദിക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് ഡൽഹിയിലെ കേസിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ പ്രതാപൻ്റെ ജാമ്യ കേസ് 16-ാം തീയതിയിലേക്ക് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്ന ഒരു കേസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചു, ഈ പുള്ളിക്ക് 6 മാസമായില്ലേ ജയിലിൽ കിടക്കുന്നത്, ഇവന് ജാമ്യം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുറ്റപത്രം 11,500 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ ട്രയൽ കോർട്ട്, ഇതേ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതാണ് എന്നുള്ളതാണ്. ആ സമയത്ത് കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രഥമദൃഷ്ട്യാ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ളത്. പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനായ ഒരാൾക്ക് കുറ്റപത്രം സമർപ്പിച്ചത് എല്ലാ തെളിവുകളും 11,500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിന് പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് മുൻപേ തന്നെ കോടതി പറഞ്ഞതാണ്. അതിനുശേഷം അനവധി തെളിവുകളുടെ കൂമ്പാരം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നും ഇദ്ദേഹം ഏറ്റവും വലിയ മണി ചെയിൻ രാജാവാണെന്നും നമുക്കൊക്കെ പറയാം. അവിടെ വ്യാജമദ്യത്തിൻ്റെ രാജാവ് മണി ചെയിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മണി ചെയിൻ രാജാവ് എന്ന് ഇനി അടുത്ത PSCയിലടക്കം ചോദ്യം ചോദിക്കുമായിരിക്കും. മണി ചെയിൻ്റെ രാജാവ്, കേരളത്തിലെ മണി ചെയിൻ്റെ രാജാവ് ആര്? KD പ്രതാപൻ. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സാധ്യത വളരെ 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 കുറവാണ്. ഇനി ഇന്ന് ASG ആണ് ഇഡിക്ക് വേണ്ടി വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതാപൻ ജയിലിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി പ്രതാപൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാലും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. പ്രതാപനും ശ്രീനിയും കൂടുതൽ കുരുക്കുകളിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ്. കോടിക്കണക്കിന് നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ ഈ കമ്പനിയിൽ ഇവരുടെ ലീഡർമാരുടെ പ്രതാപന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് നിക്ഷേപിച്ചവർ എല്ലാവരും തന്നെ പ്രതാപനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതാപന് നല്ലത് ജയിലിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ കാര്യങ്ങൾ. ബൈ.